ഈ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു കാണണം എന്ന് ആഗ്രഹിച്ചിരുന്ന 5 BJP സ്ഥാനാർത്ഥികളുണ്ട്. ആ 5 പേരും തോറ്റു എന്നുള്ളത് മനസ്സിന് വലിയ ആഹ്ലാദം നൽകുന്നു. ഇന്ത്യ സഖ്യം സമാനതകളില്ലാത്ത വിധത്തിൽ നടത്തിയ മുന്നേറ്റം ഒരു വശത്ത് സന്തോഷത്തിൻ്റെതായി നിൽക്കുമ്പോൾ, അതുപോലെ തന്നെ തോൽക്കണമെന്ന് ആഗ്രഹിച്ച 5 സ്ഥാനാർത്ഥികൾ തോറ്റൂപ്പാട് വന്ന കാഴ്ച കാണുമ്പോൾ ആ സന്തോഷം ഇരട്ടിയായി മാറുന്നുണ്ട്. അതിൽ ഒന്നാമത്തെയാൾ മറ്റാരുമല്ല, സ്മൃതി ഇറാനിയാണ്. രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ തവണ തോൽപ്പിച്ചത് കൊണ്ടല്ല, അവർ ഒരു BJP നേതാവ് എന്നുള്ള നിലയിൽ കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങൾ, അഹങ്കാരം, ജനങ്ങളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന രീതി, അതൊക്കെ ഒരു വെറുപ്പിക്കപ്പെട്ട കഥാപാത്രമായി അവരെ മാറ്റി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ അവർ തോറ്റു കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. രാഹുൽ ഗാന്ധി തന്നെ അവരെ തോൽപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇത് അതിനേക്കാൾ കൊടിയ ചതിയായി പോയി കോൺഗ്രസ് ചെയ്തത്. ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് 1,00,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സ്മൃതി ഇറാനിയെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ അടി ആ സ്ത്രീ കേൾക്കാനുണ്ടോ? BJPയുടെ മോദിയും അമിത്ഷായും കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട ആളായിട്ട് ഉയർന്നു നിന്നതാണ്. തീർന്നു. രണ്ടാമത്തെയാൾ മാധവി ലത, ഹൈദരാബാദിലെ BJP സ്ഥാനാർത്ഥി. ഇപ്പോഴാണ് അവർ രാഷ്ട്രീയ രംഗത്തേക്ക് വന്നത്, വലിയ സാമൂഹ്യ പ്രവർത്തകയായിട്ടൊക്കെ നിന്നതാണ്. പക്ഷേ അവർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ, ആ അമ്പെയ്ത്തും പിന്നീട് ഓരോ തവണ പൂജ നടത്തലും, അങ്ങനെ വേണ്ട വിധത്തിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കിയ ഒരു സ്ത്രീ, പോളിംഗ് ദിനത്തിൽ അവിടുത്തെ വോട്ടർമാരുടെ പർദ്ദ പൊക്കി നോക്കാൻ തയ്യാറായ ഒരു സ്ത്രീ, അവരെ ജനം തോൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. അവരും തോറ്റു. ഏകദേശം 3 ലക്ഷം വോട്ടിന് വലിയ ഭൂരിപക്ഷത്തോടു കൂടി അസദുദ്ദീൻ ഒവൈസി സുന്ദരമായി തന്നെ അവരെ പരാജയപ്പെടുത്തി വീട്ടിലിരുന്നോളാൻ പറഞ്ഞു. മൂന്നാമത്തേത് രേഖാപത്ര. ഈ രേഖാപത്ര പശ്ചിമ ബംഗാളിലെ ബാർസിഘാത്തിലെ സ്ഥാനാർത്ഥിയാണ്. അവർ തോൽക്കണമെന്ന് ആഗ്രഹിച്ചത് സന്ദേശ് ഖാലിയുടെ പേരിൽ BJPക്ക് ഒരു വലിയ വർഗീയ വികാരം ഉണ്ടാക്കിവിടാൻ കാരണക്കാരിയായ സ്ത്രീയാണവർ. ആ സന്ദേശ് ഖാലിയുടെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച്, അവിടെ നടന്ന സംഭവങ്ങളിൽ BJP നടത്തിയ നാടകങ്ങളെക്കുറിച്ചൊക്കെ വാർത്തകൾ പുറത്തു വന്നപ്പോൾ ആഗ്രഹിച്ചു ആ യുവതി ഒരു കാരണവശാലും ജയിച്ച് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ എത്താൻ പാടില്ല എന്ന്. അവരെ കരുവാക്കുകയായിരുന്നു. അവിടുത്തെ കുറേ നിരപരാധികളായ സ്ത്രീകളെ BJPക്കാർ കരുക്കളാക്കുകയായിരുന്നു മമതയ്ക്കെതിരെ ആയുധമാക്കാൻ. എന്തായാലും അവരും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ പരാജയപ്പെട്ടു. വലിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ ഭൂരിപക്ഷം. ഈ സന്ദേശ് ഖാലി ഉയർത്തിയാണല്ലോ BJP അവിടെ പ്രചരണം നടത്തിയത്. BJPയും പോയി, സന്ദേശ് ഖാലിയും പോയി, സന്ദേശ് ഖാലിയിലെ സ്ഥാനാർത്ഥിയും പോയി. സന്ദേശ് ഖാലിയിലെ ഇര എന്ന രീതിയിലാണ് അവർ അവതരിപ്പിച്ചത്. അവരും പരാജയപ്പെട്ടു. പിന്നെ ഉള്ളത് അണ്ണാമലയാണ്. അണ്ണാമലൈ വെറും ഒരു പോസ്റ്റർ ബോയിയാണ് എന്നുള്ള കാര്യം പറഞ്ഞു. തമിഴ്നാട്ടിൽ എന്തോ ഇളക്കി മറിച്ചു കളയുമെന്ന് പറഞ്ഞു. ഒരു മറുപ്പും മറിച്ചില്ല. ഒരു മറുപ്പും മറിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. കോയമ്പത്തൂരിലെ ജനതയും അങ്ങനെ തന്നെ വിധി എഴുതി. മാന്യമായ ഭൂരിപക്ഷത്തിൽ ഗണപതി രാജ്കുമാറിനെ വിജയിപ്പിച്ചു. DMK സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു. DMK ആ സീറ്റ് CPM-ൽ നിന്ന് ഏറ്റെടുത്ത് മത്സരിക്കാൻ തീരുമാനിച്ചത് തന്നെ അണ്ണാമലയെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. അത് ഭംഗിയായി തന്നെ തമിഴ്നാട്ടിലെ ജനതയും നിർവഹിച്ചു, കോയമ്പത്തൂരിലെ ജനതയും നിർവഹിച്ചു. പിന്നെ ഉള്ളത് രാജീവ് ചന്ദ്രശേഖറാണ്. ഒരു കാരണവശാലും ഞാൻ വോട്ട് ചെയ്യുന്ന മണ്ഡലത്തിൽ ഇതുപോലെ രാഷ്ട്രീയത്തിൽ തെല്ലുമേ സത്യസന്ധത പുലർത്താത്ത ഒരു സ്ഥാനാർത്ഥി ജയിക്കരുത്. അഭിനയമാണ്. വികസനമെന്ന് വന്ന് പറഞ്ഞാൽ ഇവിടെ തിരുവനന്തപുരത്ത് ഒന്നുമേ സംഭവിച്ചിട്ടില്ല, ഇവിടെ മറ്റേ കുഗ്രാമമായി കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് കേട്ട് ആത്മാഭിമാനമുള്ള ഒരു തിരുവനന്തപുരത്തുകാർക്കും ഇരിക്കാൻ കഴിയില്ലായിരുന്നു. എന്തായാലും അങ്ങനെ ആത്മാഭിമാനമുള്ള മനുഷ്യർ നന്നായി തന്നെ വോട്ട് ചെയ്തു. 15,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആ മനുഷ്യനെയും പരാജയപ്പെടുത്തി ബാംഗ്ലൂരുവിലേക്ക് സന്തോഷത്തോടെ തിരിച്ചയച്ചു. അങ്ങനെ ഈ 5 പേർ, നമ്മൾ തോൽക്കണം എന്ന് ആഗ്രഹിച്ചവർ, ഏറ്റവും അധികം ആഗ്രഹിച്ചവർ, ആ 5 പേരെയും ഇന്ത്യയുടെ ജനാധിപത്യം തോൽപ്പിച്ച് വീട്ടിലിരുത്തുന്നു എന്നുള്ളതിനേക്കാൾ വലിയ സന്തോഷം എന്താണുള്ളത്? സ്മൃതി ഇറാനിയൊക്കെ ഈ 1,00,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തോൽക്കുക എന്ന് പറഞ്ഞാൽ അതൊന്ന് വെറുതെ ആലോചിച്ച് നോക്കൂ, എന്തൊരു രസമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയം കഴിഞ്ഞാൽ ദ ജേണോ ഏറ്റവും കൂടുതൽ സ്റ്റോറികൾ ചെയ്തത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയെ തുറന്നുകാട്ടുന്നതിനായി നമ്മുടെ ഒരുപാട് സമയം മാറ്റിവെച്ചിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള പ്രതിഫലം തലസ്ഥാനത്തെ വോട്ടർമാർ ശശി തരൂരിനോടൊപ്പം നമ്മളെപ്പോലുള്ളവർക്കും നൽകി എന്നതിലുള്ള വലിയ സന്തോഷമുണ്ട്. നെഗറ്റിവിറ്റിയുടെ ആശാനായിരുന്ന രാജീവ് ചന്ദ്രശേഖറിനെ തുറന്നുകാട്ടാൻ
നമ്മുടെ വാർത്തയുടെ സിംഹഭാഗവും മാറ്റിവെച്ചതിൽ പല ആളുകളും വിമർശനം ഉന്നയിച്ചിരുന്നു. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് നിരന്തരമായി സ്റ്റോറികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് അവതരിപ്പിക്കപ്പെട്ട നിമിഷം മുതൽ അദ്ദേഹം എന്താണ് എന്ന് തിരുവനന്തപുരത്തുകാർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മളാലാവുന്ന വിധം ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമത്തിനൊക്കെ ചെറിയ തോതിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിലുള്ള സന്തോഷവുമുണ്ട്. ഒരുപാട് പേർ ഞങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിലൊരാളാണ് എന്ന് വിചാരിച്ചിരുന്നില്ല എന്ന് നമ്മുടെ സ്റ്റോറി കണ്ടതിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. BJP-ക്കാരടക്കം. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ശശി തരൂരിൻ്റെ വിജയമാർജിൻ കുറയുമെന്നുള്ള കാര്യം നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. കാരണം അത്രമേൽ പണമൊഴുക്കിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് BJP-യുടെ നടത്തിയത്. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രചരണം. ഈ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ കാര്യത്തിൽ മാത്രമല്ല, ആളുകളെ ആവേശഭരിതരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സകലമാന മാർഗങ്ങളും സ്വീകരിച്ചു. ഇവിടെ മുഴുവൻ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ രാജീവ് ചന്ദ്രശേഖറും അയാളുടെ PR ഏജൻസികളും നടത്തിയ പരിശ്രമം, അതൊക്കെ തിരുവനന്തപുരത്തെ വല്ലാതെ ഇങ്ങനെ ഇളക്കി മറിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. പിന്നെ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള വലിയ ഇടപെടലുകൾ, അത് ആളും അർത്ഥവുമായി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അതിനെയൊക്കെ അതിജീവിച്ച് ശശി തരൂരിന് 2014 സമാനമായ ഒരു ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് അസാമാന്യമായ വിജയമാണ്, ഒരു സംശയവും വേണ്ട. രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥി നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമുള്ളത് ഈ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ട്, അദ്ദേഹം ടാക്സ് അടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട് ഒക്കെ നമ്മൾ ചില സ്റ്റോറികൾ ചെയ്തപ്പോൾ അതിൽ വ്യക്തിപരമായ വിവരങ്ങൾ പങ്കുവച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ വീഡിയോ നീക്കം ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായി. അങ്ങനെ 4-5 വീഡിയോകൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് വെച്ച് ചെയ്തത് നീക്കം ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടും അതിനെയൊക്കെയും അതിജീവിച്ച് നിരന്തരമായി വലിയ വികസനം എന്ന് പറഞ്ഞ് നടക്കുന്നയാൾ, ബംഗളൂരുവിൽ വികസനം മുടക്കാൻ മുന്നിൽ നിന്നയാളാണ് എന്ന് തെളിവുകൾ സഹിതം നമ്മൾ വാർത്ത ചെയ്തു. അപ്പോൾ ഇത്രയും നാൾ 18 വർഷക്കാലം രാജ്യസഭാംഗമായിരുന്നിട്ട് കർണാടകയ്ക്ക് വേണ്ടി എന്തു ചെയ്തു എന്നുള്ള ചോദ്യം, കർണാടകയിൽ വികസനം മുടക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ സന്നദ്ധ സംഘടനയുമായി ബന്ധപ്പെട്ട് തെരുവിലിറങ്ങി സമരം ചെയ്തതിൻ്റെ ചിത്രങ്ങൾ സഹിതം നമ്മൾ വാർത്തകൾ ചെയ്തു. അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രികയിലെ ക്രമക്കേടുകളെക്കുറിച്ച് കൃത്യമായി സ്റ്റോറികൾ ചെയ്തു. ഇനി ഒരു റേഷൻ കാർഡ് കൂടി കൊടുക്കണം, BPL റേഷൻ കാർഡ്, കാരണം പൈസയൊന്നുമില്ലാത്ത മനുഷ്യനാണ്. അങ്ങനെയുള്ള ആ മനുഷ്യന് ഒരു റേഷൻ കാർഡ് കൂടി കൊടുത്തു വിടണമെന്ന് നമ്മൾ നേരത്തെ ഒരു സ്റ്റോറിയിൽ പറഞ്ഞിരുന്നതാണ്. അത് ആരെങ്കിലും ശശി തരൂർ പറ്റുമെങ്കിൽ ഒരു റേഷൻ കാർഡ് അടിയന്തരമായി സംഘടിപ്പിച്ച് ഒരു BPL കാർഡ് കൊടുത്തു വിടണം. മക്കളിൽ നിന്ന് പൈസ കടം വാങ്ങി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹത്തെ തള്ളിവിടരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. പ്രതീക്ഷയറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമേകുകയാണ്